ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നിരവധി കോഴ്സുകളുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയുള്ള പ്ലേസ്മെന്റുകളുള്ള കോഴ്സുകളായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തണമെന്നില്ല. അതിന് നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസുകളും ആ ക്യാമ്പസിന്റെ ലൊക്കേഷനും അതിന്റെ റാങ്കിങ്ങും അവിടുത്തെ പ്ലേസ്മെന്റുകളും ഒക്കെ വളരെ വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് +2 കഴിഞ്ഞ് ഇതുവരെയും നിങ്ങൾ കൃത്യമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം BCA BBA പോലുള്ള മാനേജ്മെന്റ് കോഴ്സുകളോ അതല്ലെങ്കിൽ BCom ആഡ് ഓൺ സ്പെഷ്യലൈസേഷൻ BSc ഡേറ്റ സയൻസ് പോലുള്ള ന്യൂജൻ കോഴ്സുകളോ, അതുമല്ല എങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് തന്നെ BOT BPT പോലുള്ള കോഴ്സുകളൊക്കെയാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ, മൈസൂർ, കോയമ്പത്തൂർ, ചെന്നൈ പോലുള്ള മെട്രോ സിറ്റികൾ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി ഹൈ ലെവൽ ക്യാമ്പസുകളിൽ, ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ, ട്രഡീഷണൽ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികളും പാരൻസും ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. +2 കഴിഞ്ഞിട്ടും കേരളത്തിൽ നിൽക്കേണ്ട, കുറച്ചുകൂടി എക്സ്പോഷർ വേണം, കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് വേണം. നമുക്ക് ഡെഫിനറ്റ്ലി അത് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം കൊച്ചിയിൽ ലഭിക്കുന്നതിനേക്കാളും എക്സ്പോഷർ നമുക്ക് ബാംഗ്ലൂർ പോലൊരു സിലിക്കൺ വാലി സിറ്റി അല്ലെങ്കിൽ ഒരു ടെക് സിറ്റിയിൽ കിട്ടും. അത് ഇൻ ടേംസ് ഓഫ് ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പനികളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ, പ്ലേസ്മെന്റിന്റെ ഒരു ഫ്രീക്വൻസി ആയിക്കോട്ടെ, അതൊക്കെയാണ് അവിടെയൊക്കെ പഠിക്കാൻ ഒരുപാട് വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല ക്യാമ്പസുകളിൽ അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മടിക്കേണ്ട. ഈ നമ്പറിൽ ജസ്റ്റ് നിങ്ങളുടെ നെയിമും +2 മാർക്കും മെസ്സേജ് അയക്കുക. അപ്പോൾ ബാംഗ്ലൂരിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, നിങ്ങൾ കേട്ട് പരിചയമുള്ള കൃപാനന്ദി, പ്രസിഡൻസി യൂണിവേഴ്സിറ്റി, അതുപോരാതെ തന്നെ നിരവധി ക്യാമ്പസുകൾ, IC ബിസിനസ് സ്കൂൾ, ABBS, ആചാര്യ, ഇത്തരത്തിൽ എന്തുകൊണ്ടും നമുക്ക് പഠിക്കാൻ, എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന IBMന്റെയും ഗൂഗിളിന്റെയും ഡയറക്റ്റ് സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ BCAയുടെയും BBAയുടെയും കൂട്ടത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, സ്പെഷ്യലൈസേഷൻ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന, ഇന്റേൺഷിപ്സും പ്ലേസ്മെന്റ്സും ഡീസെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നിരവധി ക്യാമ്പസുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ എല്ലാം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യാമ്പസ് വിസിറ്റ് ചെയ്ത് ഹോസ്റ്റൽ ഫെസിലിറ്റി മനസ്സിലാക്കി അവിടുത്തെ ഫാക്കൽറ്റീസിനോട് സംസാരിച്ച് അഡ്മിഷൻ എടുക്കുക എന്നതാണ്. സോ ഇതിന്റെ എല്ലാം കംപ്ലീറ്റ്ലി സപ്പോർട്ട്, അതായത് ക്യാമ്പസ് വിസിറ്റ്, സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള അവസരം, അത് കഴിഞ്ഞ് കോളേജ് അഡ്മിഷന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ്, ഇതെല്ലാം ഇനിയും നിങ്ങൾ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളൊരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ലാതെ, കോളേജ് കൺഫേം ചെയ്യാതെ ഡൗട്ട്ഫുൾ ആയിട്ട് പോവുകയാണ്, ഇനി അടുത്തൊരു റിസൾട്ട് വരട്ടെ അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റ് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്തോ. നിങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് സപ്പോർട്ട്. ഞാൻ പറഞ്ഞ ബാംഗ്ലൂർ മാത്രമാണ്, ഇനി കോയമ്പത്തൂർ എടുത്താൽ PSG, ഹിന്ദുസ്ഥാൻ, പിന്നെ KGS, നിരവധി കോളേജുകളുണ്ട്, നിങ്ങൾ തന്നെ കേട്ടിട്ടുള്ള. അതുപോലെ മാംഗ്ലൂർ വന്നാൽ എനപ്പോയ, അതുകൂടാതെ ശ്രീനിവാസ, നിരവധി കോളേജുകൾ നിലവിൽ പലയിടത്തും ഇപ്പോഴും സീറ്റ്സ് അവൈലബിളുമാണ്. കാരണം നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ ചിലപ്പോൾ സീറ്റ് തീർന്നിട്ടുണ്ടാകും, ബട്ട് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്നും നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ലൊക്കേഷനും അനുസരിച്ച് ബെസ്റ്റ് ഓപ്ഷൻസ് ഏതാണ് എന്നും പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് കഴിയും. സോ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കാതെ എന്നാൽ പുറത്ത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം കരുതുന്നു. ആഫ്റ്റർ +2 കരിയർ അപ്ഡേറ്റ്സിനും ഇനി അങ്ങോട്ടുള്ള സപ്പോർട്ട്സിനും ഒക്കെ ആയിട്ട് ചാനൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. All the best.